അതിനുശേഷം അന്ന് ഞാനിപ്പോൾ വണ്ടി വേണമെന്ന് കാട്ടാക്കട ഡിപ്പോ അധികാരികൾക്ക് റിക്വസ്റ്റ് കൊടുത്തു. എനിക്ക് ഈ RN 522 എന്ന് പറയുന്ന ബസ് തന്നെ വേണമെന്ന് പറഞ്ഞു കൊടുത്തു. അതിനോടൊപ്പം ഒരാഗ്രഹം കൂടെ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ആഗ്രഹങ്ങളാണ് ഇതെല്ലാം സാക്ഷാത്കരിച്ചത് ഇപ്പൊ ഈ 2024. വേറൊന്നുമല്ല, അന്ന് RT 361 വളയം പിടിച്ച അശോക് എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട്, ഡ്രൈവർ. ആ ചേട്ടനെ തന്നെ വേണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഈ കല്യാണ സമയത്ത് വണ്ടി ഓടിക്കുന്ന ആ ചേട്ടനായിരിക്കണമെന്ന് പണ്ട് തൊട്ടുള്ള ഒരു ആത്മബന്ധം എനിക്ക്. അപ്പോ ഞാൻ ഈ വണ്ടി വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്ത സമയത്ത് ഈ RN 522 വണ്ടിയോടൊപ്പം ഇന്ന ഡ്രൈവർ തന്നെ വേണമെന്ന് പറഞ്ഞും കൂടെ റിക്വസ്റ്റ് കൊടുത്തു ATOയ്ക്ക്. കാട്ടാക്കട ATO അത് സാങ്ഷൻ ചെയ്ത് തരും. ആ ഡ്രൈവറെ തന്നെ വിട്ടു തരികയും ചെയ്തു. ഡ്രൈവറെ നമ്മുടെ വണ്ടി. ശരിക്കും ആരാദ്യം പ്രണയം തുറന്നു പറഞ്ഞേ? അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ ശരിക്കും ഫ്രണ്ട്സ് ആയിരുന്നു, കൂട്ടായിരുന്നു. പക്ഷെ എന്തുവാണ്, ഒരു ലൈഫ് പാർട്ട്ണർ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ഇപ്പം എനിക്കാണെങ്കിലും എൻ്റെ അതേ വൈബുള്ള ഒരാളാണെങ്കിൽ അത്രയും കംഫേർട്ട് ആവത്തുള്ളൂ. അപ്പൊ അത്രയും കംഫേർട്ട് ആയതുകൊണ്ട് നമ്മൾ മ്യൂച്വലി അങ്ങ് ഇതാക്കും. ഇവിടെയും KSRTCയോടുള്ള പ്രണയമായിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നത്? അല്ല. പിന്നെ നമ്മുടെ റൂട്ട് ബസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഈ ഒരു ഏരിയയിൽ ആരെടുത്ത് നോക്കിയാലും ചീനുള്ള ബസ്സിനോട് ഒരു വല്ലാത്തൊരു സ്നേഹം കാണും. ഈ റൂട്ടിൽ ഒരു ബസ്സേ ഉള്ളോ? നിലവിൽ ഓർഡിനറി ബസ് ഒന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം സിറ്റി ഫാസ്റ്റ് ഇല്ലേ, സിറ്റി ഫാസ്റ്റ് ബസ് ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. അത് ഇടയ്ക്ക് അത്യാവശ്യം അതും നിർത്തി വെച്ചിരുന്നതാണ്. അതും നമ്മൾ ഇതുപോലെ നിവേദനം കൊടുത്ത് ആ വണ്ടി റീസ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഹോളിഡേ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞ ഒരു കളക്ഷൻ ഉള്ള വണ്ടിയാണ്, ഒഴിവാക്കുമായിരുന്നു. അതിനും നമ്മൾ നിവേദനം കൊടുത്തിട്ട് ഇന്ന വണ്ടി ഇന്ന പറഞ്ഞ് രാവിലെ സാധാരണക്കാർ വീട്ടു ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ച് മലയങ്കിടി വരെ പോകുന്നതിന് 100 രൂപയാണ്. ആൾക്കാർക്ക് ഇതിൽ യാത്ര ചെയ്യാൻ അവർക്ക് ഉപകാരമാണ്, KSRTCക്ക് വരുമാനമാണ്. അങ്ങനെ അതും നമ്മൾ ഡിപ്പോയിൽ പോയി സംസാരിച്ചു. ആ വണ്ടി ഇപ്പം സർവീസ് നടന്നു. നമ്മൾ പറഞ്ഞിട്ട് ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും നമുക്ക് ആ സർവീസ് വേണമെന്നുള്ളത്. ജനങ്ങൾക്ക് അത്രയും ആവശ്യമുള്ള സംഭവമാണ്. നമ്മുടെ ഈ ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇതാണ്. ശരിക്കും ഉണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ കപ്പിൾ ഇന്റർവ്യൂ എടുക്കാനാ വന്നേ. പക്ഷെ എനിക്ക് KSRTCയെ പറ്റി ഒരു അറിവ് കിട്ടിയിട്ടുണ്ട് ഇപ്പം. ഇനി നമുക്ക് ലൈഫിലേക്ക് കിടക്കാം. അപ്പൊ പ്രണയത്തിനെ പറ്റി പറഞ്ഞു വന്നു. നിങ്ങള് ഒരേ വൈബ് എന്ന് പറഞ്ഞു. അമലിനെ സംബന്ധിച്ചോളം KSRTC മാത്രമുള്ളതെന്ന് എനിക്ക് തോന്നേ. അപ്പൊ ശരിക്കും നിങ്ങളുടെ വൈബ് എങ്ങനെയാ സെറ്റ് ആയത്? അതായത് ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്യാരക്ടറാണ്. ഞങ്ങൾ മിങ്കിൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും ചാറ്റ് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കും ഒരേ സ്വഭാവക്കാരാണെന്ന് മനസ്സിലായി. പക്ഷെ ഫ്രണ്ട്ഷിപ്പിനപ്പുറം നമ്മൾ വേറൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അവിടെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇടയിൽ നിന്നിട്ട് നിങ്ങൾ സെറ്റാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരെടുത്തും സംസാരിച്ച് അങ്ങനെയൊക്കെ വന്നിട്ടാണ് അവസാനം അത് പിന്നെ ഒരു വിവാഹം എന്നിലോട്ട് ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിൽ. ആര് ശരിക്കും ആദ്യം വീട്ടിൽ പറഞ്ഞതാരാ? ഞാനാണ്. വീട്ടുകാർ അറിയാം എന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് വീട്ടുകാരെന്താ പറഞ്ഞത്? വീട്ടുകാർ ഞാൻ ഈ ബസ്സിന്റെ കാര്യം വരുന്നാൽ പോലും പൊതുവെ അറിയാം, വീട്ടുകാർക്കും അറിയാം. നാട്ടിൽ ചോദിച്ചില്ല, അച്ഛൻ്റെ അടുത്തെല്ലാം സംസാരിക്കാറുള്ള നാട്ടുകാർ ഇതിനെ കുറിച്ചൊക്കെ. അപ്പം വീട്ടുകാർക്ക് എതിർപ്പൊന്നും ഇല്ലായിരുന്നു. അവർക്ക് സന്തോഷമായി ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ. കാര്യം വെച്ചാൽ കല്യാണം കഴിക്കാതിരുന്നിട്ട് മോന് കല്യാണം കഴിക്കാമെന്ന് കേട്ടപ്പോൾ, ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവർ ആലോചിക്കുന്നു, മറ്റു കാര്യങ്ങളിലോട്ട് കിടക്കുന്നു. എനിക്ക് ഇതിനകത്ത് ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ രണ്ടുപേരും KSRTCയെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് രണ്ടുപേരും ഗവൺമെന്റ് സർവീസിലേക്ക് പോയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് സർവീസിലേക്ക് നോക്കാൻ? എനിക്ക് തോന്നുന്നു അമൽ തന്നെ ആ വണ്ടി ഓടിച്ച് വന്നിരുന്നേ കുറച്ചും കൂടെ ഹീറോയിസ് ആയിരുന്നു. എന്തായിരുന്നു KSRTCയിലേക്ക് നോക്കാതിരുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബിലേക്ക് നോക്കാതിരുന്നത്? ഗവൺമെന്റ് ടെസ്റ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഈ ജോലിക്കിടയിലും ഇപ്പം ഡിസ്റ്റന്റ് ആയിട്ട് ലൈബ്രറി കോഴ്സ് എല്ലാം ചെയ്ത് ഓരോരോ കോഴ്സുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ ടെസ്റ്റുകൾ എഴുതുന്നുണ്ട്. അപ്പം എല്ലായിടത്തും കോമ്പറ്റീഷൻ ആണല്ലോ, എന്തായാലും തീർച്ചയായിട്ടും കയറും. അന്നേരം ചോയ്സ് ഇല്ല, KSRTC ഡ്രൈവർ അല്ലെങ്കിൽ KSRTC ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ജോബ് എന്നുള്ളതില്ല, ഏതെങ്കിലും മതി എന്നുള്ളതാണ്. നമ്മുടെ സർക്കാരിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ ശരിക്കും KSRTCയോടാണോ പ്രണയം, സർക്കാരിനോടാണോ പ്രണയം? രണ്ടിനോടും ഒന്നും വിട്ടുതരില്ല അല്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ കറന്റ് സിറ്റുവേഷനിൽ KSRTC ആണോ ഗവൺമെന്റ് ആണോ ഈ ഇരിക്കുന്ന ആളാണോ? കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച. ഒന്ന് പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. അല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അഭിജിതയോട് തന്നെയാണ്. പക്ഷെ എനിക്ക് എല്ലാവരും വേണം, എനിക്ക് ആരെയും പിണക്കുന്നതോ അങ്ങനെ ഒഴിവാക്കുന്നതോ എനിക്ക് ഇഷ്ടമല്ല. ചോയ്സാ തന്നെ, KSRTC, ഗവൺമെന്റ് ജോബ്, അഭിജിത. ഒന്നുകൂടെ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ എന്തായിരിക്കും? അഭിജിത. ഞാൻ സാധാരണ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗായകരൊക്കെ ആദ്യത്തെ വൈഫ് പാട്ട്, രണ്ടാമത്തത് വൈഫ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി പറയും, ആദ്യത്തെ വൈഫ് KSRTC എന്നുള്ള രീതിയിൽ പോകുമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ഇടയിൽ ഒരു സുഹൃത്തും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. കൂട്ടുകാരി ആരുടെയാണ്, അല്ലെങ്കിൽ കൂട്ടുകാരൻ ആരുടെയാണ്? അഭിജിതയുടെയാണ്, ശ്രുതി ചേച്ചി.
കൂട്ടുകാരി എന്ത് പറയുന്നു? കല്യാണം ആണെന്ന് കഴിഞ്ഞപ്പോ എന്താ ആള് പറഞ്ഞു? ഹാപ്പിയാണ്. കാരണം ആൾക്ക് കല്യാണത്തിനൊക്കെ വന്നു. ഉണ്ടായിരുന്നു, എല്ലാത്തിനും നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു ആള്. കൂട്ടുകാരി കല്യാണം കഴിച്ചാണോ? അല്ല അല്ല അല്ല. married ഇതുപോലത്തെ അല്ല. എന്തെങ്കിലും പ്രണയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇല്ല, ആളും പറ്റിയ ആളെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക. KSRTC-യിലാണോ ട്രാവൽ ചെയ്യുന്നത്? അല്ല അല്ല അല്ല. അല്ല ഈ നാട്ടുകാരല്ലേ? അല്ല കൊല്ലമാണ്. ആണ്. അവിടെ KSRTC ഉണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പം ബന്ധുക്കളെല്ലാം ഈ വണ്ടിയിലാണോ KSRTC-യിലാണോ കൊണ്ടുപോയത്? അതെ അതെ, ബന്ധുക്കാരെല്ലാം ഇതിൽ. എല്ലാരും അവരൊക്കെ എന്താ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ അവർക്ക് ആഗ്രഹം പറഞ്ഞപ്പോ അവര് വിശ്വസിക്കാൻ തയ്യാറല്ലേ, വെറുതെ പറയുന്ന വിചാരിച്ചു. കാരണം അവർക്ക് സത്യം പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല നമ്മൾ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള KSRTC-ന്ന് സ്വകാര്യ വ്യക്തികൾക്കും അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെ KSRTC വിട്ടുകൊടുക്കുന്നുള്ള കാര്യം അറിയില്ല. കേൾക്കുന്നത് അങ്ങനെ ഒരു കാര്യം. അങ്ങനെ ആർക്കും അറിയില്ല. അവർക്ക് കൗതുകമായിരുന്നു സത്യം പറഞ്ഞാൽ കണ്ടപ്പോഴും. പക്ഷെ വന്നപ്പോഴാണ് അവർക്ക് കറക്റ്റ് വിശ്വാസമായത് പറഞ്ഞത്. അപ്പം ഇത് സംഭവിക്കും. ശരിക്കും ഉണ്ടല്ലോ, KSRTC-യെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആനവണ്ടി എന്ന് പൊതുവെ ഞാൻ വിളിച്ചു കേട്ടിട്ടുള്ളത്. നിങ്ങൾ എന്താണ് വിളിക്കുന്നത്? ആനവണ്ടി എന്നല്ലാതെ, KSRTC എന്നല്ലാതെ പിന്നെ എന്താ ഓമന പേരിട്ട് വിളിക്കുക? ആനവണ്ടി തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ നമ്പർ പറഞ്ഞൊക്കെ വിളിക്കും. RNE 522. നമ്മള് പൊതുവെ ബസിന്റെ ബോർഡ് നോക്കുന്ന സമയത്ത് ആളങ്ങനെയല്ല, കൂടുതലും ബസിന്റെ നമ്പറാണ് നോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോ ഈ ഏതെങ്കിലും ഒരു ടൈമിൽ ഇന്ന ബസ്സിലാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന നമ്പർ അല്ലേ ഇന്ന് ഇങ്ങോട്ട് പറയും. പൊതുവെ ഞങ്ങളാരും അങ്ങനെ നോക്കാറില്ലല്ലോ, നമ്മള് ബോർഡ് മാത്രമല്ലേ നോക്കുന്നേ. ഈ നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അധികം പോയില്ലാന്ന് തോന്നുന്നു അല്ലേ പ്രണയം? അപ്പം ആ സമയത്ത് എപ്പോഴെങ്കിലും KSRTC വിട്, നമുക്ക് നമ്മുടെ സ്വകാര്യതയുണ്ട്, പ്രണയം എന്തിലേക്ക് വരട്ടെ എന്ന് ഒരു കൺഫ്യൂഷനായിട്ട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴേലും? വണ്ടിയുടെ കാര്യം വിട്, എൻ്റെ കാര്യം നോക്കുമോ എന്നുള്ള ചോദ്യം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതിനുള്ളൊരു ടൈം ഗ്യാപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രണയ സമയത്തുള്ള ഫോൺ വിളിയൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുവാണ്, പെട്ടെന്ന് എൻഗേജ്മെന്റ് ആയി, പെട്ടെന്ന് നമ്മൾ കല്യാണത്തിന് ഡേറ്റ് എടുക്കുന്നു. അതിനുള്ള ഒരു വലിയ ടൈം ഗ്യാപ്പ് ഒന്നും ഇല്ല. കുറച്ച് പേഴ്സണലാണ്, എന്നാലും ഒന്ന് ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കട്ടെ. ഈ ഫോൺ സംഭാഷണങ്ങളിൽ കൂടുതലും KSRTC-യുടെ കഥകളായിരുന്നു? വരാറുണ്ട്. ആള് ഭയങ്കര സോഷ്യൽ മൈൻഡഡ് ആണ്. അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഒരുപാട് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഓൾറെഡി അറിയാം എല്ലാ സംഭവങ്ങളും സംഭവിക്കുന്നത്. എപ്പോഴേലും തോന്നിയായിരുന്നേ ഈശ്വരോ ഇതിനി എന്തായാലും അവസ്ഥയെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല, നല്ല കാര്യമല്ലേ KSRTC സ്നേഹിക്കും. നല്ല കാര്യം. വല്ലാത്തൊരു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സോഷ്യൽ വർക്കറാണ്. എന്നാൽ കഴിയുന്ന സഹായം ഞാൻ എല്ലാവർക്കും ചെയ്യാറുണ്ട്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനം നിലനിൽക്കേണ്ടത് ഒരു സാധാരണക്കാരുടെയും ആവശ്യമാണ്. കാരണം ഇപ്പം നഷ്ടത്തിലാണ് ഓടുന്നത്. അപ്പം എന്നാൽ കഴിയുന്നത്, ഇപ്പം ഇവിടുത്തെ ഓട്ടോക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം, ഓട്ടോ വന്നാലും ഞാൻ കയറത്തില്ല. എന്താ കയറത്ത? അവർ തന്നെ പറയും ഈ ബസ്സിൽ പൈസ കൊടുത്തല്ലേ പോലെ. അവർ 10 രൂപയ്ക്ക് 10 രൂപ കിട്ടട്ടെ, ഗവൺമെന്റിന് കിട്ടിക്കോട്ടെ. ആനവണ്ടി ജീവിതത്തോട് കണക്റ്റഡ് ആണെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു കാര്യം ചോദിച്ചോട്ടെ, ഹണിമൂൺ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പം എങ്ങനെയാ പോകുന്നത്? ആനവണ്ടിയിൽ തന്നെ ആയിരിക്കും പോകുന്നത്. ഇപ്പൊ നമുക്ക് ജോലി സംബന്ധമായിട്ട് പെട്ടെന്ന് കയറേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പാണ് കിട്ടിയത്. മിനിഞ്ഞാന്ന് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ആലപ്പുഴ വരെ പോയിട്ടുണ്ടായിരുന്നു. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അങ്ങോട്ട് വന്ദേ ഭാരതിലും ഇങ്ങോട്ട് KSRTC-യിലെ ജനറൽ AC ബസ്സിലാണ് തിരിച്ചു വന്നത്. അങ്ങോട്ട് ആലപ്പുഴ പോയിട്ട് ആലപ്പുഴ ഇറങ്ങിയിട്ട് നമ്മുടെ അവിടുത്തെ സംസ്ഥാന ജലവകുപ്പിന്റെ വീഗ ബോട്ടില്ലേ, അതിലാണ് യാത്ര സഞ്ചരിച്ചത്. സർക്കാരിന്റെ വേണ്ടി തന്നെയാണ് അവരെ രക്ഷപ്പെടുത്തും. ചില സമയം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉള്ളതാണോ ഇല്ലതാണോ എന്ന് എനിക്കറിയില്ല, KSRTC കുറച്ച് നഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അമലായിട്ട് അത് നികത്തി കൊടുക്കാനുള്ള പ്ലാനിലാണ്. എന്നാൽ കഴിയുന്നത് ചെയ്യുക. ഇപ്പൊ ഞാന് സഞ്ചരിച്ചു എന്ന് പറഞ്ഞ് KSRTC നഷ്ടം നികത്താൻ പോകുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാനിപ്പം കല്യാണത്തിന് വിളിച്ചു, ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വൈറലാകുന്നു, എല്ലാവരുടെ മന്ത്രിയുടെ അടുത്ത് വരെ എത്തുന്നുണ്ട്. മന്ത്രി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവിടെയും പോയി. അത് കുറച്ചൊന്നല്ല ഓടിയ 1 മില്യൺ മുകളിൽ പോയി ഒരു 1-2 ദിവസത്തിനുള്ളിൽ. അതെ അതെ, എന്തായാലും സന്തോഷം. എന്തായാലും ഇപ്പം പൊതുജനങ്ങൾക്ക് ഒരു അറിവായല്ലോ KSRTC ഇങ്ങനെ വിട്ടുകൊടുക്കും. അപ്പൊ എൻ്റെ ഒരു ഉപയോഗിക്കാം. അപ്പം എൻ്റെ ഒരു റിക്വസ്റ്റും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ക്ലബ്ബുകളായിരുന്നാലും രാഷ്ട്രീയ സ്ഥാപനങ്ങളായിരുന്നാലും എന്ത് സ്ഥാപനങ്ങളായിരുന്നാലും സ്കൂളായിരുന്നാലും അവർക്ക് ഇങ്ങനെയുള്ള ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ KSRTC ആയിട്ട് സമീപിച്ചാൽ അവിടെ വണ്ടി എടുക്കാം. അപ്പോൾ പിള്ളേർക്ക് ഒരു ഇതായിരിക്കും. എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ KSRTC മാറി വേറെ വണ്ടിയിലോ കാറിനോ ബൈക്കിനൊക്കെ പോണോന്ന് തോന്നിയിട്ടില്ല? ഇല്ല, എനിക്കും അതാണ് ഒരു കംഫർട്ട് സോൺ ആയിട്ട് തോന്നിയിട്ടുള്ളത്. മറ്റേതിനെക്കാട്ടിലും കുറച്ചുകൂടെ സെക്യൂർ അതല്ലേ. കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും നമ്മളൊന്ന് ഉറങ്ങിപ്പോയേ തീർന്നില്ലേ, മറ്റേതാകുമ്പോ ഒന്നും അറിയണ്ടല്ലോ. ഇതാകുമ്പോ എല്ലാരും അറിയാവുന്ന സ്റ്റോപ്പ് വിളിച്ചു നടക്കും അല്ലേ.